ആണ്ടവരുടെ നാമം മയപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു ദിവസം കൂടെ നൽകിയിരിക്കെ ആണ്ടവർ നൽകിയിരിക്കുന്ന ഈ ദിവസത്തെ കർത്തൃദിവസത്തിനായി നമുക്ക് ആണ്ടവരെ നമുക്ക് സ്തുതിക്കാം, നമ്പിടാം. ഇന്ന് എപ്പിസോഡ് 112 താനാ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എപ്പിസോഡ് 112 ഇത് ബൈബിൾ സ്റ്റഡിയാണ്. ഇത് ഫിലിപ്പിയ ലേഖനം 2:11 തൊട്ട് നമുക്ക് വാസിച്ചിടാം. ഫിലിപ്പിയ ലേഖനം 2:11 തൊട്ട് നമുക്ക് വാസിച്ചിടാം. ആണ്ടവർ നമ്മളോട് എന്നെ പേശുക എന്ന് നമുക്ക് അങ്ങ് പാക്കലാം. ആണ്ടവർ ചൊല്ലുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ചെല്ലുവാൻ തക്കോണം ഇടവരട്ടെ. ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന വചനങ്ങൾ ആണ്ടവരുടെ നാമോഹത്തിനായി തീരുവാൻ തക്കോണം നമുക്ക് ഇടവരട്ടെ എന്ന് ഞാൻ ഹൃദയമായി ജപിച്ചിരുന്നു. ആണ്ടവർ നമ്മളെ സഹായിക്കട്ടെ. ഇங்கே നമ്മൾ വാസിക്കുന്ന 11-ാം വാക്യത്തിൽ എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇങ്ങനെ சொல்லுத എല്ലാ നാവും, എല്ലാ ടങ്, എല്ലാ വായും എല്ലാവരും എന്നെ சொல்லണം, ആണ്ടവരായ യേശുക്രിസ്തു കർത്താവ്, അല്ലെങ്കിൽ ആണ്ടവർ യേശുക്രിസ്തു താൻ എൻ്റെ ആണ്ടവർ, അല്ലെങ്കിൽ ആണ്ടവരായ യേശുക്രിസ്തു താൻ എൻ്റെ കടവുൾ എന്ന് നമ്മൾ ചൊല്ലി ആണ്ടവരെ നമുക്ക് സ്തുതിക്കേണ്ട കാര്യമിരിക്കും. നമ്മൾ ആണ്ടവരെ സ്തുതിക്കേണ്ട കാര്യം എന്നത് ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന ആ പെരിയ കാര്യത്തെ നമ്മൾ നേരത്തെ വാസിച്ചാച്ചേ അത് പ്രകാരം നമുക്ക് പോയിടാം. ഇங்கே 12-ാം വാക്യത്തിൽ നമ്മൾ എന്നെ വാസിക്കുന്നത്, അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ, ഇங்கே അപ്പോസ്തലനായ പൗലോസ് നിങ്ങൾ പ്രിയമുള്ളവരെ എൻ്റെ ഡിയറസ്റ്റ്, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ എൻ്റെ സ്കൂട്ട് സഹോദരെ, അല്ലെങ്കിൽ എൻ്റെ സഹോദരരെ, എൻ്റെ ശരീരത്തിൻ്റെ അംഗമായ നിങ്ങളും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭയുടെ അംഗമായ നിങ്ങൾ, ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായ നമ്മുടെ ഒരേ ശരീരത്തിൻ്റെ അംഗമായിട്ട് ആണ്ടവരുടെ പക്കത്തിൽ പോകുന്ന നമുക്ക് ആണ്ടവർ ഇങ്ങനെ അതിനാൽ എൻ്റെ പ്രിയമുള്ളവരെ ചൊല്ലുക, നമ്മുടെ ശരീരം നമുക്ക് പ്രിയമായിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ശരീരമായിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളും എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ എന്ന് അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ എന്നെ சொல்லுது, നിങ്ങൾ എല്ലായ്പ്പോഴും എപ്പോഴും ആണ്ടവരെ നീ കേട്ടാച്ചേ, അല്ലെ ആണ്ടവരുടെ വചനം നീ കേട്ട് അത് പ്രമാണിച്ചാച്ചേ, അല്ലെ ആണ്ടവർ ചൊല്ലുന്ന കാര്യത്തിൽ നിങ്ങൾ കേട്ട് ആണ്ടവരെ മഹത്വപ്പെടുത്തിയാച്ചേ, അല്ലെങ്കിൽ ആണ്ടവരുടെ വചന അടിസ്ഥാനത്തിൽ നിങ്ങൾ ആണ്ടവർക്ക് വേണ്ടി പ്രയോജനം ചെയ്താച്ചേ, മറ്റുള്ളവരോട് നിങ്ങൾ സുവിശേഷം ചൊല്ലിയാച്ചേ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ആണ്ടവരുടെ ധൈര്യം പൂണ്ട് വിശ്വാസത്തിൻ്റെ ധൈര്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന വേലയില്ല, അതിനെപ്പറ്റിയാണ് അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുന്നത്. നിങ്ങൾ എന്നാ ചൊല്ലുന്നത്, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടെ വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുവീൻ. ഞാൻ നിങ്ങളുടെ പക്കത്തിരിക്കുമ്പോൾ ചെയ്ത പോലെ ചെയ്താൽ പോരാ, ഞാൻ ഇല്ലാത്തപ്പോഴും നിങ്ങൾ ചെയ്യുന്നു, അത് ഞാൻ കേട്ടാച്ചേ, അത് ആണ്ടവർക്ക് ரொம்ப അത് മகிழ்ச்சி தான் നിങ്ങൾ ചെയ്ത് ആണ്ടവർക്ക് ரொம்ப പ്രിയമായിരിക്കെ, അത് ആണ്ടവർക്ക് പ്രിയം, അത് എനിക്കും പ്രിയമായിരിക്കും. നിങ്ങൾ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് ചൊല്ലുക, നിങ്ങൾ ചെയ്യുന്ന വേല നിങ്ങൾ ഇനിയും അത് കണ്ടിന്യൂ ചെയ്യുക, നിങ്ങൾ ഇനിയും അത് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങളത് മുടക്കാതെ അതിൻ്റെ കാരണം എന്നാ ചൊല്ലിയാൽ, ആണ്ടവർ നിങ്ങളുടെ കർത്താവായിരിക്കെ, ആണ്ടവർ നിങ്ങളുടെ സമാധാനമായിരിക്കെ, ആണ്ടവർ നിങ്ങളുടെ സന്തോഷമായിരിക്കെ, ആണ്ടവർ ഞങ്ങൾക്ക് ആണ്ടവർ നമ്മൾ വാസിച്ച പോലെ ആണ്ടവർ നമ്മളോട് കരുണ കാണിച്ച്, അവൻ പെരിയവനായിരുന്നിട്ടും അവൻ ആണ്ടവരായിരുന്നിട്ടും അവൻ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടി
സ്വർലോകത്തിൽ നിന്നും ഈ ഭൂലോകത്തിലേക്ക് ഇറങ്ങി വന്നാച്ച് അവനൊരു ദാസവേഷമെടുത്ത് അവൻ ദാസിയുടെ വയറ്റിൽ നിന്നും പിറന്ന് അവന് ഈ ലോകത്തിൽ വന്ന് ഈ ദാസരായ നമ്മളെ വീണ്ടെടുക്കുവാൻ തക്കോണം, ഈ ദാസരായ നമ്മളെ പിശാചിന്റെ കയ്യിൽ നിന്നും വീണ്ടെടുക്കുവാൻ തക്കോണം നമ്മളോട് കരുണ കാണിച്ച ആ വലിയ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം പണ്ണാം, അവനെ നമുക്ക് മഹിഴ്ച പണ്ണാം. അവൻ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് അവനെ സ്തുതിക്കാൻ. ഞാൻ അടുത്തിരിക്കുമ്പോൾ ചെയ്ത പോലെ ചെയ്യുന്നു എങ്കിലും നിങ്ങളിപ്പോൾ ദൂരത്തായിരിക്കുമ്പോഴും ഏറ്റവും അധികമായി ഭയത്തോടും മുറികളോടും കൂടെ നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുവീൻ. അവൻ சொல்லுது, ഞാൻ ദൂരത്തായിരിക്കുമ്പോഴും നിങ്ങളുടെ രക്ഷയെ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ ആണ്ടോർ നൽകിയിരിക്കുന്ന ആ വീണ്ടെടുപ്പ് അത് നിങ്ങൾ കളയാതെ ആണ്ടവർക്ക് വേണ്ടി ആണ്ടവരുടെ ചിത്തം നിങ്ങൾ ചെയ്യുവീൻ. ഞാൻ നിങ്ങളുടെ പക്കത്തിലില്ല, അത് ശരിതാൻ, ഇല്ലേലും നിങ്ങൾ ചെയ്യുവീൻ എന്ന് അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജപിച്ചുകൊണ്ടേയിരിക്കുന്ന എന്ന എങ്കിൽ പ്രാവർത്തികമാക്കുവീൻ. ഇച്ഛിക്കുക എന്നത് പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ. അതായത് നിങ്ങൾ എന്നാ വിചാരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്നാ പറഞ്ഞോന്ന് നിങ്ങൾ വിചാരിക്കുന്നു, നിങ്ങൾ ഇച്ഛിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ തക്കോണം നിങ്ങളുടെ മനസ്സിൽ എന്നെ ആണ്ടോ നിങ്ങൾക്ക് തന്നിരിക്കുന്നേ അത് മാതിരി ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും, അതായത് നിങ്ങൾ ഇച്ഛിക്കുന്നതിന് നിങ്ങൾ പ്രവർത്തിക്കണം. അതും ആ പ്രവർത്തിക്കുന്നതും എന്നതും നിങ്ങളിൽ ദൈവമുള്ള തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് ഇങ്ങനെ നിങ്ങൾ അത് രണ്ടുമേ ചെയ്യുന്നതിന് കാരണം ആണ്ടവർ നിങ്ങളിൽ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട്, തിരുവുള്ളം വസിക്കുന്നത് കൊണ്ട് പ്രവർത്തിക്കുവാൻ തക്കോണം നിങ്ങൾക്ക് ഇടയായി. അതുകൊണ്ട് ആണ്ടവർ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് ആണ്ടവർ ഇങ്ങനെ നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടാക്കിയത്. ആണ്ടവരല്ലയോ നിങ്ങൾക്ക് ഹൃദയം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആണ്ടവരെ നിങ്ങൾ പുകഴ്ത്തുവീൻ. നമ്മൾ 13-ാം വാക്യത്തിൽ എന്നെ വാസിക്കുന്നത്, for it is good which worketh in you both to will and to do of his good pleasure. ഇങ്ങനെ சொல்லுது, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആണ്ടവർ നിങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് சொல்லுது. ആണ്ടവർ என்ன சொல்லுது, which worketh in you, അത് നിങ്ങളിൽ ആണ്ടവർ നിങ്ങൾ വേല പണ്ണുന്നു. You both to will and to do all his good pleasure. അവൻ്റെ ഹൃദയത്തിനനുസരിച്ച് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ വേല ചെയ്യുന്നു എന്ന് ഇങ്ങനെ சொல்லுതാണ്. ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങൾ ദൈവമല്ലോ. അതായത് നിങ്ങൾ പ്രവർത്തിക്കുന്നതും ഇച്ഛിക്കുന്നതും ആണ്ടവരുടെ ചിത്തമാണ്. ആണ്ടവർ തന്നെയാണ് ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മൾ 14-ാം വാക്യത്തിൽ നമ്മൾ എന്നാ വാസിക്കുന്നത്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ എங்கே വാസം പണിയിരിക്കുന്ന എന്ന എങ്കിൽ சொல்லுക. വക്രതയും കോട്ടവും, അതായത് ഇപ്പം തപ്പ് നടത്തുന്ന ആൾക്കാരുടെ നടുവിൽ താൻ നമ്മൾ വസിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ താൻ വസിക്കുന്നത്, ആണ്ടവർക്ക് ചിത്തമല്ലാത്ത രീതിയിൽ വസിക്കുന്നവരുടെ മധ്യത്തിൽ താൻ വസിക്കുന്നത്. അവർ കോട്ടവും വക്രതയുമുള്ള ആൾക്കാർ താൻ ഡു ഓൾ തിങ് വിത്തൗട്ട് മർമറിങ്. അതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യണം, നിങ്ങൾ പിറുപിറുക്കാതെ ആണ്ടവരുടെ വേല ചെയ്യണം. വിത്തൗട്ട് മർമറിങ് ആൻഡ് ഡിസ്പ്യൂട്ടിങ്. നിങ്ങൾ പ്രശ്നമുണ്ടാക്കാതെ അല്ലെങ്കിൽ അന്യോന്യം പ്രയാസം ഉണ്ടാക്കാതെ നിങ്ങൾ എന്നാ പറയണം, നിങ്ങൾ ആണ്ടവർക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ മലയാളത്തിൽ എന്നാ சொல்லுது, നിങ്ങൾ ആനന്ദരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ
പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്കമായി ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. നിങ്ങൾ പിറുപിറുക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ നോക്കി, അല്ലെങ്കിൽ അവരപ്പടി ചെയ്യുന്നു, ഇവരിപ്പടി ചെയ്യുന്നു, അവർ അങ്ങനെ ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്നെല്ലാമേ നിങ്ങൾ അപ്പടി പേശാതെ നിങ്ങൾ എന്നാ ചെയ്യണം? ആണ്ടവരുടെ ചിത്തമനുസരിച്ച് നിങ്ങൾ വേല പണ്ണണം. അതുതാൻ എൻ്റെ ചിത്തം എന്ന് അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുകയാണ്. അവൻ അത് എപ്പടി ചെയ്യണമെന്ന് ചൊല്ലിയത്, അവൻ അനന്ത്യനും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് നിങ്ങൾ രണ്ട് കാര്യം എങ്കിൽ ചൊല്ലുന്നത്, നിങ്ങൾ വാസിക്കുന്ന രണ്ട് കാര്യമെങ്കിൽ നമ്മൾ എന്നാ വാസിക്കുന്നത്? നിങ്ങൾ അനന്യരും പരമാർത്ഥികൾ. നിങ്ങൾ ആണ്ടവർക്ക് ഹൃദയത്തിന് ഒത്തവണ്ണം ജീവിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം. ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും. നിങ്ങൾ ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കൾ താൻ. അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കളങ്കമില്ലാത്ത ജീവിതത്തിൽ ഉള്ള മക്കൾ താൻ. അതായത് നമ്മൾ ആണ്ടവർ നമ്മൾ ദോഷത്തിലല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ നിഷ്കളങ്കർ, അല്ലെങ്കിൽ നമ്മളെ നിർദോഷരാക്കി നിർത്തിക്കൊണ്ട് നമ്മൾ അവൻ ആകേണ്ടത്, നമ്മൾ അപ്പടി ആകേണ്ടതിന്. അതുകൊണ്ട് നമ്മൾ എന്നാ പണണം? നമ്മൾ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്വി. നമ്മൾ അന്യോന്യം നമ്മൾ മറ്റുള്ളവരെ പറ്റി കുറ്റം ചൊല്ലാതെ അന്യോന്യം സ്നേഹത്തോടും സന്തോഷത്തോടും നമ്മൾ വേല ചെയ്യുവീൻ. അപ്പടി നമ്മൾ ആണ്ടവർക്ക് വേണ്ടി വേല ചെയ്യുമ്പോൾ ആണ്ടവർ നമ്മളോട് പ്രസാദിക്കും. ആണ്ടവരുടെ നാമം മഹത്വപ്പെടും. ആണ്ടവരെ നമുക്ക് സ്തുതിക്കാൻ പറ്റും. ആണ്ടവർ നൽകിയിരിക്കുന്ന ഈ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആണ്ടവരെ സ്തുതിക്കാം. ആണ്ടവർ നമ്മളോട് ചൊല്ലിയിരിക്കുന്ന വചനങ്ങൾ പിന്നെയും നമുക്ക് പാക്കലാം. ആണ്ടവർ നമ്മളോട് എന്നാ ചെയ്യുന്നു എന്ന് നമ്മൾ ഇങ്ങ് പാത്താച്ച് അതുകൊണ്ട് നമുക്ക് ആണ്ടവരെ നമുക്ക് സ്തുതിക്കാം. ആണ്ടവരുടെ നാം മഹിമപ്പെടുമാറാകട്ടെ. എൻ്റെ സമയം ഇങ്ങ് മുടിഞ്ഞാച്ച്. എൻ്റെ നമ്പർ 9791843308 9791184330 താൻ. നിങ്ങൾക്ക് എന്നോട് പേശണമെന്നുണ്ടെങ്കിൽ എപ്പം വേണമെങ്കിലും എന്നെ കൂപ്പിടാം. ആണ്ടവരുടെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ആണ്ടവർക്ക് ചിത്തമായി നമ്മൾ വേല ചെയ്യുക. ആണ്ടവർക്ക് പ്രസാദമായ രീതിയിൽ നമ്മൾ വേല ചെയ്യുക. അതുമൂലം ആണ്ടവരുടെ നാമം മഹിമപ്പെടണം. നമ്മൾ പിറുപിറുത്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പറ്റി കുറ്റം ചൊല്ലിക്കൊണ്ട് നമ്മൾ ചെയ്യാതെ ആണ്ടവരുടെ വേല പൂർണ്ണ ഹൃദയത്തോടെ, നിഷ്കളങ്ക ഹൃദയത്തോടെ ആണ്ടവരുടെ വേല ചെയ്യാം. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമീൻ.